നിങ്ങളൊക്കെ റേഷൻ കടകളിൽ പോകാറുണ്ടോ? പോകണം കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾക്ക് റേഷനൊക്കെ വാങ്ങിക്കണം. കാരണം നമ്മൾക്ക് കിട്ടുന്ന ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിക്കണം. നമ്മൾ റേഷൻ കടകളിൽ ഇടയ്ക്കൊക്കെ പോയില്ലെങ്കിൽ നമ്മളുടെ കാർഡൊക്കെ ചിലപ്പോൾ ക്യാൻസലായി പോകുമെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഏതായാലും ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അരിയും മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കാറുണ്ട്. മണ്ണെണ്ണ ഉള്ളപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പോകാറുള്ളത്. കാരണം അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അരിയിൽ ഇതുപോലെ കണ്ടോ, ഇതുപോലെ വെളുത്ത അരികളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒന്നെങ്കിൽ അത് പ്ലാസ്റ്റിക് അരിയാണോ അതോ പുഴുകുത്തിയ അരിയാണോ എന്നൊക്കെ ഒത്തിരി സംശയമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ റേഷൻ കട ഉടമയോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അത് പുഴുകുത്തിയ അരിയൊന്നുമല്ല, ഇത് പോഷക ഗുണമുള്ള വസ്തുക്കൾ അരിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നതാണ് എന്നവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് അവർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മുടെ രാജ്യത്തെ പോഷകക്കുറവ് പരിഹരിക്കാൻ വിളർച്ച രോഗികൾക്ക് കൂടുതൽ പോഷകം ഉറപ്പുവരുത്തുന്നതിനായി ഫുഡ് സേഫ്റ്റിയും കേന്ദ്ര സർക്കാരും കൂടി സംയുക്തമായി നടപ്പാക്കിയ ഒരു പ്രത്യേക പദ്ധതിയാണിത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത് വന്നിട്ടുണ്ട്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരികൾ ഫോർട്ടിഫൈഡ് അരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പോഷകാംശങ്ങൾ കൃത്യമായിട്ട് ചേർത്ത് വിതരണം ചെയ്യുന്ന രീതിയാണിത്. അങ്ങനെയുള്ള അരിയാണ് നമുക്ക് കിട്ടുന്നത്. കുത്തരി ഉൾപ്പെടെയുള്ള അരികളിൽ വെളുത്ത നിറത്തിലുള്ള അരികൾ, നമ്മൾ പച്ചരിയിലാണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, പക്ഷെ കുത്തരിയിൽ നമ്മൾക്കത് പെട്ടെന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കപ്പെടും. സാധാരണ ഞങ്ങൾ കുത്തരിയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഇത് ന്യൂട്രിയൻസുകളുടെയും വൈറ്റമിനുകളുടെയും എല്ലാം ഒരു സംയുക്തമാണ്. നമുക്ക് പലർക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസിയും വിളർച്ചയും ഒക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. കുടുംബാരോഗ്യ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഫോർട്ടിഫൈ ചെയ്ത അരി അഥവാ സമ്പുഷ്ടീകരിച്ച അരി നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, വൈറ്റമിൻ എ തുടങ്ങിയ മൂലകങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ന്യൂട്രിയൻസ് ആയ അയണ്, സിങ്ക് തുടങ്ങിയ മിശ്രത്തിൽ വെളുത്ത ധാന്യം ഇട്ട് നമുക്ക് അരിയിൽ ഇട്ട് നമ്മൾക്ക് കിട്ടുന്നു. അയൺ, B12, ഫോളിക് ആസിഡ് തുടങ്ങിയ മൂലകങ്ങൾ ആവശ്യമായ അളവിൽ ചേർത്ത് അരിപ്പൊടി ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ധാന്യമണികളാണ് ഈ ഫോർട്ടിഫൈഡ് അരികൾ. ഈ വൈറ്റമിൻസ് എല്ലാം അരിമണിയുടെ രൂപത്തിലാണ് നമ്മൾക്ക് കിട്ടുന്നത്. അരിപ്പൊടിയിൽ ഈ പോഷകഗുണങ്ങളെല്ലാം ഫോളിക് ആസിഡ്, അതുപോലെ വൈറ്റമിൻ B12, വൈറ്റമിൻ എ, അതുകൂടാതെ സിങ്ക്, അയണ് ഇവയെല്ലാം അരിപ്പൊടിയിൽ ചേർത്ത് പൊടിച്ച് ഈ വൈറ്റമിൻസ് എല്ലാം പൊടിച്ച് അരിപ്പൊടിയിൽ ചേർത്ത് അരിമണികളുടെ ആക്കിയാണ് നമ്മൾക്ക് റേഷൻ അരികളിൽ ഇത് ചേർത്ത് കിട്ടുന്നത്. 100 കിലോ ചാക്കിൽ 1-2 കിലോ ഫോർട്ടിഫൈഡ് അരികൾ ചേർത്താണ് മിക്സ് ചെയ്താണ് നമ്മൾക്ക് റേഷൻ കടകളിൽ നിന്നും കിട്ടുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. ഈ ഫോർട്ടിഫൈഡ് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച അരി നമ്മൾക്ക് റേഷൻ കടകളിൽ നിന്നും റേഷൻ അരിയിൽ ചേർത്ത് കിട്ടുന്നത്. ഒരിക്കലും അത് വാങ്ങിക്കാതിരിക്കരുത്. നമ്മൾക്ക് കിട്ടുന്ന അരി നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ശരിക്കും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അരികളിൽ നമ്മളിങ്ങനെയൊന്നും കാണാറില്ല അല്ലേ? ഞങ്ങളും കണ്ടിട്ടില്ല, നമ്മൾക്ക് കാണാറുമില്ല, നമുക്ക് കിട്ടാറുമില്ല. പക്ഷെ നമ്മൾ നല്ല വില കൊടുത്തായിരിക്കും ചിലപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അരികളൊക്കെ വാങ്ങിച്ച് കഴിക്കണം. ധാരാളം വൈറ്റമിൻസ് ഇതിലടങ്ങിയിട്ടുണ്ടല്ലോ. കണ്ടോ, ഇതുപോലെ വെളുത്ത അരികൾ അത് പെറുക്കി കളയുകയും ചെയ്തു. ഞാൻ സാധാരണ ആദ്യമൊക്കെ അത് പെറുക്കി കളയുമായിരുന്നു, അറിയത്തില്ലായിരുന്നല്ലോ.
അത് നമ്മൾ പിറക്കി കളയരുത്. നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേവിച്ച് അരിയുടെ കൂട്ടത്തിൽ നമ്മൾ വേവിച്ച് കഴിക്കുക. നമ്മളുടെ ശരീരത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർക്ക്, വിളർച്ച രോഗം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. കണ്ടോ? കുത്തരിക്കാകുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് അത് കാണാം. പച്ചരികളിലൊക്കെ ചേർത്തിട്ടുണ്ടാവാം, അത് നമ്മൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കണ്ടോ? ഇതിനകത്ത് ധാരാളം വെള്ള അരികൾ കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലായില്ല എങ്കിലും നമ്മളതൊക്കെ പെറുക്കി ദൂരെ കളങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മൾ ആ കാണുന്ന ആ വെളുത്ത അരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പെറുക്കി കളയരുത്, നമ്മൾ ഉപയോഗിക്കണം. നിങ്ങൾക്കറിയാമായിരുന്നോ ഇങ്ങനെയുള്ള ഒരു വൈറ്റമിൻസാണ് ഈ അരികളിലൊക്കെ കിടക്കുന്നത്? നിങ്ങൾ റേഷൻ കടകളിൽ നിന്നും വാങ്ങിക്കാറുണ്ടോ? വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് അറിയാമായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഇടയ്ക്കാണ് ഇത് മനസ്സിലായത്. അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് ഇത് സമ്പുഷ്ടീകരിച്ച അരിയാണ്, അരിമണികളുടെ രൂപത്തിൽ നമ്മളുടെ റേഷൻ കടകളിൽ നിന്നും കിട്ടുന്ന അരികളിൽ കിടക്കുന്നതെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മളുടെ ആ വെളുത്ത അരികളൊന്നും പെറുക്കി ദൂരെ കളയരുത്. അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് എല്ലാം അതിലുണ്ട് എന്ന് മനസ്സിലാക്കണം. കണ്ടോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കും. പലരും പറയാറുണ്ട്, കാണുന്നില്ലല്ലോ, ഇപ്പോൾ അങ്കിൾ ടോം ടേസ്റ്റ് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓൾ എന്ന ആ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ ബൈ.